രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ഔദ്യോഗിക ആഘോഷ പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് വിശിഷ്ടാതിഥിയായി. പതാക ഉയർത്തിയ മന്ത്രി വിവിധ പ്ലട്ടൂണുകളുടെ പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചു. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആഘോഷ പരിപാടി നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശിൻപറമ്പിൽ ചേർന്നുണ്ട്. ബിജു, രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ജില്ലാതല ആഘോഷങ്ങളും വളരെ വിപുലമായ രീതിയിൽ നടന്നതായി അറിയാൻ കഴിയുന്നു. കാലാവസ്ഥ അനുകൂലമായിരുന്നോ? എന്താണ് വിശദാംശങ്ങൾ? ഇതിനെ ആദ്യം പറയേണ്ട കാര്യം വളരെയേറെ, അതായത് ഇതൊരു ആഗസ്റ്റ് 15 എന്നതിൽ നമ്മളറിയാം 2018 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യദിന പരിപാടിയൊക്കെ വലിയൊരു ആഘോഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന് സമാനമായി തന്നെയായിരുന്നു ഈ പ്രാവശ്യവും. മഴ ശക്തമായിരുന്നു. ഇന്നലെയൊക്കെ വരെയും മഴ ശക്തമായിരുന്നു. എന്നാൽ ഇന്ന്, അതായത് ഇന്നിന്റെ ഒരു പുലരി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാലാവസ്ഥ പോലും മാറി നിന്നുകൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ അതായത് ഉദ്ദേശിച്ച രീതിയിലുള്ള വർണ്ണ പകിട്ടോട് തന്നെ ആഘോഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രാജ്യം അതിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് ജില്ലാതല ഔദ്യോഗിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. പരേഡ് ഗ്രൗണ്ടിലേക്ക് ആദ്യം കടന്നു വന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി AP നസീം ആയിരുന്നു. തൊട്ടുപുറകെ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടും കടന്നു വന്ന് അഭിവാദ്യം അർപ്പിച്ചു. ശേഷമാണ് വിശിഷ്ട അതിഥി കൂടിയായ മന്ത്രി അനൂപ് ജേക്കബാണ് പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നത്. സല്യൂട്ട് സ്വീകരിച്ച ശേഷം പതാക ഉയർത്തിയ മന്ത്രി പരേഡ് പരിശോധിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ പോലീസ് മെഡലുകളും പ്ലട്ടൂണുകൾക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾക്കൊപ്പം തന്നെ ജനപ്രതിനിധികളായ MP, MLA ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, അതുപോലെ തന്നെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിനിയും, ജില്ലാ പഞ്ചായത്തിന്റെ ഇടുക്കി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ഡിവിഷൻ മെമ്പർ ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ തുടങ്ങിയ ജനപ്രതിനിധികളൊക്കെ തന്നെയും പങ്കെടുത്തു. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഇന്നലെ വൈകിയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ ആർക്കൊക്കെ എന്നുള്ള അവാർഡ് പ്രഖ്യാപിച്ചത്. ആ മെഡലുകളും ഇന്ന് ഈ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ വിതരണം ചെയ്തു. വിവിധ പെട്രോളുകൾക്കുള്ള ഇത് വിതരണം ചെയ്തു. എന്താണെങ്കിലും വിദ്യാർത്ഥികൾ, അതായത് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS, NCC ഉൾപ്പെടെയുള്ള വലിയൊരു പ്ലട്ടൂൺ തന്നെയാണ്, അതായത് വിവിധ പ്ലട്ടൂണുകളാണ് ഇന്ന് ഈ പരേഡ് ഗ്രൗണ്ടിൽ അണിനിരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ മാറുന്നത് പോലെ തന്നെയും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പോലെ തന്നെയും വളരെ തെളിഞ്ഞ ഒരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കാരണം എടുത്തു പറയേണ്ട ദേശീയ അഭിമാനമായ ആർച്ചഡാമിന്റെ വഴിത്തട്ടിലാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഏതെല്ലാം ജില്ലകളുടെ ആഘോഷ പരിപാടികളുടെ ദൃശ്യങ്ങൾ വന്നാലും ഇടുക്കിയുടെ അത്രയും മനോഹരമായ, അതായത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പതാക ഉയർത്തുന്ന, അതുപോലെ അനൂപ് ജേക്കബ് പരേഡ് പരിശോധിക്കുന്ന രംഗമാണ്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ആർച്ചഡാമിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി നടക്കുന്ന ദൃശ്യങ്ങളിൽ നമ്മളത് വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. എന്താണെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. അതുപോലെ തന്നെ ശിവനെ ജില്ലാ ആസ്ഥാന മേഖലയിലെ എടുത്തു പറയേണ്ടത് കാമാക്ഷി, മരിയാവരം, വാത്തുക്കുടി, വാനത്തോപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ വ്യാപാരി വ്യവസായി സംഘടന, മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലൊക്കെ എല്ലാ മേഖലയിലും പതാക ഉയർത്തി നേതൃത്വത്തിൽ നടത്തി. പ്രകാശ് പ്രഭാത് പബ്ലിക് തങ്കമണിയിൽ ലയൺസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അങ്ങനെ എല്ലാ രീതിയിലുമുള്ള, കാരണം കാലാവസ്ഥ അനുകൂലമായി തെളിഞ്ഞ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. ശരി ബിജു, വിവരങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ഇടുക്കി IDA ഗ്രൗണ്ടിലാണ് രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല ഔദ്യോഗിക ആഘോഷ പരിപാടികൾ നടന്നത്. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബാണ് വിശിഷ്ടാതിഥിയായി എത്തിയത്. പതാക ഉയർത്തിയ ശേഷം മന്ത്രി വിവിധ പ്ലട്ടൂണുകളുടെ പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചു. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ കൈമാറി. ചെറുതുണിയിൽ നിന്നും ബിജു വൈശിൻപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.